قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, 4 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന വേൾഡ് കപ്പിൻ്റെ, ലോക കപ്പിൻ്റെ 23-ാം പതിപ്പായ ഫിഫ വേൾഡ് കപ്പ് 2026 ഏതാണ്ട് 3 രാജ്യങ്ങളിലായി 16 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. 19-ാം തീയതി അഥവാ മറ്റന്നാൾ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് ഫൈനൽ മത്സരം നടക്കുന്നതോടുകൂടി ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് അവസാനിക്കുകയാണ്. നമുക്കറിയാം, കളികളെ സംബന്ധിച്ചിടത്തോളം കളികൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ കളി എന്ന് പറയുന്നത് പല അർത്ഥത്തിലും നമുക്ക് ഉപകാരമുള്ള ഒരു കളിയാണ്. ഒന്നാമത്തേത്, ഒരു കായിക മത്സരം, ഒരു കായിക കളി എന്നുള്ള നിലക്ക് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് അത് ഉപകാരപ്പെടും. അതുകൂടാതെ മാനസിക ഉല്ലാസത്തിന് ആ കളി നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ സൗഹൃദം കൂടുതൽ വിപുലപ്പെടുത്താനോ നിലനിർത്താനോ അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനുമൊക്കെ ഇത്തരം കളികളെ കൊണ്ട് സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കളികളെ ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഇസ്ലാം നിരാകരിക്കുന്നില്ല. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്കതിന് ഒത്തിരി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മസ്ജിദുൻ നബവിയിൽ എത്യോപ്യയിൽ നിന്ന് വന്ന ആളുകൾ കുന്തം കൊണ്ടുള്ള ഒരു കളി മസ്ജിദിനകത്ത് നടത്തുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബീവിയെ കാണിച്ചു കൊടുത്തു എന്ന് ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്വാബുൽ മസാജിദ് എന്ന ബാബിൽ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. യൽഅബൂന ഫിൽ മസ്ജിദ് എന്നാണ്. മസ്ജിദിൻ്റെ പുറത്തുനിന്നോ പരിസരത്തുനിന്നോ അല്ല, മസ്ജിദിനകത്ത് കളിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം ഇണയെ കാണിച്ചു കൊടുത്തത് എന്ന് നമുക്കിത് കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹു ഒന്നും അതിനെ നിരാകരിച്ചിട്ടില്ല. സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഥവാ ഈ കഴിഞ്ഞ ദിവസം സുപ്രഭാതം ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന, അമേരിക്കയിൽ പോയി ആ പത്രത്തിൻ്റെ ഈ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെല്ലാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം സുപ്രഭാതം പത്രത്തിൻ്റെ സ്പോർട്സ് പേജിൽ വലിയ ഒരു തലക്കെട്ടോടുകൂടി ഒരു വാർത്ത കൊടുത്തിരുന്നു. അഥവാ പ്രാർത്ഥനയും ആരോഗ്യവും സമന്വയിക്കുന്ന ഇടം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട്. സൗത്ത് അമേരിക്കയിലെ ഡല്ലസിലെ
റിച്ചാർഡ്സണിലുള്ള ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിലുള്ള മസ്ജിദുൽ ഇസ്ലാം എന്ന് പറയുന്ന പള്ളിയെക്കുറിച്ചാണ് റിപ്പോർട്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ആ പള്ളിയിൽ ഉള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ്. 2000 പേർക്ക് നിന്ന് ആ പള്ളിയിൽ നമസ്കരിക്കാം. അത്രയും വലിയ പള്ളിയാണ്. വദു എടുക്കാനുള്ള വിപുലമായ സൗകര്യങ്ങൾ ആ പള്ളിയിലുണ്ട്. എന്നു മാത്രമല്ല, ആളുകൾ നമസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ കുട്ടികളെ മറ്റൊരു സ്ഥലത്തിരുത്തി ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് ആ കുട്ടികൾ ഇരിക്കുന്നതോടും നമസ്കരിക്കുന്ന ഇടവും തമ്മിൽ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു വേർതിരിവുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ നമസ്കാരം കാണാനും സാധിക്കും. അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ആ പള്ളിയോട് ചേർന്ന് തന്നെ, വേണമെങ്കിൽ പള്ളിയുടെ ഭാഗമായി തന്നെ ഒരു ജിം ഹാളുണ്ട്. അതോടൊപ്പം ആ പള്ളിയോട് ചേർന്ന് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, അതുപോലെ ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ നിന്ന് വാർത്ത ഉള്ളതാണ്. മാത്രമല്ല, അവിടങ്ങളിലുള്ള പള്ളികളിലെല്ലാം ഇത്തരം സൗകര്യങ്ങൾ പൊതുവിലുണ്ട് എന്നാണ് ഈ ഹാറൂൺ റഷീദ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ്. സാന്ദർഭികമായി മറ്റൊരു കാര്യം പറയേണ്ടത്, ബോധപൂർവമാണോ അല്ലാതെയാണോ എന്നറിയില്ല. എന്തായാലും അവിടുത്തെ മറ്റൊരു പ്രത്യേകത ഹാറൂൺ റഷീദ് പറഞ്ഞിട്ടില്ല. കാരണം ആ പള്ളിയിൽ സ്ത്രീകൾക്കും ജുമാ നമസ്കാരത്തിനും മറ്റ് നമസ്കാരങ്ങൾക്കും ഒക്കെ കൂടി പങ്കെടുക്കാനുള്ള സൗകര്യവും ആ പള്ളിയിലുണ്ട്. ഈ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിലുള്ള പള്ളിയിലുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നടക്കുന്നത് ഇംഗ്ലീഷിലാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് സാന്ദർഭികമായിട്ട് ആ റിപ്പോർട്ടിങ്ങിൽ ഇല്ല. എന്തുമാകട്ടെ, നമ്മുടെ വിഷയം ഇപ്പം അതല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കളിക്കുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ടൊരു കാര്യമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കളിയാകരുത്. കളിക്കണം, സന്തോഷിക്കണം, വിനോദങ്ങൾ വേണം, ആനന്ദങ്ങൾ വേണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായി മാറിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. കാരണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ലൈഫ് ഈസ് വെരി ഷോർട്ട്, സോ എൻജോയ് മാക്സിമം എന്ന ആധുനിക മുദ്രാവാക്യം, ലിബറലിസത്തിൻ്റെ മുദ്രാവാക്യം, അഥവാ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, അതുകൊണ്ട് മാക്സിമം ആനന്ദിക്കണം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ ഇസ്ലാം ശക്തമായി നിരാകരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൃത്യമായ ഒരു ജീവിത ലക്ഷ്യം നിർണയിച്ചിട്ടുള്ള ഒരു ദൈവിക ദർശനമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു സന്തുലിത ദർശനമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ്. അത് മോഡറേറ്റ് ആണ് എന്നുള്ളതാണ്. അതൊരു മിഡിൽ വേ ആണ് എന്നുള്ളതാണ്. അതൊരു മധ്യമ നിലവാരമാണ് ഇസ്ലാമിനുള്ളത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച്, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചല്ല, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് തന്നെ കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ, കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഒരു മോഡറേറ്റ് ഉമ്മ ആക്കിയിരിക്കുന്നു, ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു, ഒരു ബാലൻസ്ഡ് സൊസൈറ്റി ആക്കിയിരിക്കുന്നു, ഒരു സന്തുലിത സൊസൈറ്റി ആക്കിയിരിക്കുന്നു, ഒരു മിഡിൽ വേ സമൂഹമാക്കിയിരിക്കുന്നു, ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മിതത്വത്തിനപ്പുറം അമിതത്വത്തെ ഇസ്ലാം നിരാകരിക്കുന്നുണ്ട്. ഇസ്ലാം മിതത്വമാണ് സ്വീകരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും, അത് എത്ര വലിയ നല്ലതാണെങ്കിലും അതിൻ്റെ അമിതത്വത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. യാ ബനി ആദം, ജനങ്ങളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങൾ മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ. വകുലൂ, നിങ്ങൾ തിന്നോളൂ. വശ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ. വലാ തുസ്രിഫൂ, അമിതമാകരുത്. തീറ്റയുടെയും കുടിയുടെയും കാര്യത്തിൽ പോലും, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ പോലും അമിതത്വം കാണിക്കുന്നതിനെ ഇസ്ലാം അപലപിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടൂല എന്നും അല്ലാഹു പ്രത്യേകം പറയുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അത്തരം അമിതത്വം കാണിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയും ചെയ്തു. ഇത് അന്നപാനീയങ്ങളുടെ കാര്യത്തിലാണ്. അതും വിട്ടിട്ട് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ ആരാധനാ കർമ്മങ്ങളുടെ അമിതത്വം പോലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൽ വളരെ നിർണിതമായ ആരാധനകളുണ്ട്. അതിന് പകരം
എല്ലാവരും കൂടി, എല്ലാ സംഘടനക്കാരും കൂടി, അല്ലെങ്കിൽ എല്ലാ മഹാന്മാരും കൂടി പുതിയ പുതിയ ആരാധനകളൊന്നും ഇതിനകത്ത് കടത്തുകൂട്ടേണ്ട കാര്യമില്ല. അങ്ങനെ ആരാധിച്ച് നമ്മൾ മിമ്പറിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ കുറേ ആരാധനകൾ നടത്തി തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ദൈവത്തെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആരാധനകൾ നിർബന്ധമാണ്, ആരാധനകൾ നിർണായകമാണ്, ആരാധനകൾ നിർണിതമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഭക്തന്മാരുടെ, നല്ല മനുഷ്യരുടെ, മുത്തക്കികളുടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രാർത്ഥന പോലും എന്താണെന്ന് അറിയാമോ? ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത് അതാണ്. റബ്ബന ഗുഫിർ ലനാ ദുനൂബന വഇസ്റാഫന ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. റബ്ബന ഗുഫിർ ലനാ ദുനൂബന, പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ നീ, ദുനൂബ് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വഇസ്റാഫന ഫീ അംരിനാ, ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നിട്ടുള്ള അതിര് കവിച്ചിലിനെ, അമിതത്വത്തെ, അതും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലുമുള്ള അതിര് കവിച്ചൽ ഒരു തെറ്റാണ്, കുറ്റമാണ്, അക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് കാര്യത്തിലും അതിര് കവിച്ചിൽ തെറ്റാണ്, കുറ്റമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ, ഭക്തന്മാരുടെ ഒരു പ്രാർത്ഥന പോലും അമിതത്വത്തിനെതിരെയുള്ള, ആധിക്യത്തിനെതിരെയുള്ള ഒരു പ്രാർത്ഥനയാണ്. പരിധി വിട്ടുപോകുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാ നല്ലതിനെയും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ നല്ലതാണെന്നുള്ള പേരിൽ എല്ലാ അമിതത്വത്തെയും ഇസ്ലാം നിരാകരിക്കുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതി അതാണ്. എല്ലാ നല്ലതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നല്ലതാണെന്നുള്ള പേരിൽ അമിതത്വത്തെ ഇസ്ലാം നിരാകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് കളി കാണണം, നമ്മൾ കളിക്കണം, നമ്മൾ ആനന്ദിക്കണം, നമ്മൾ ആസ്വദിക്കണം. ഇതൊക്കെ മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രകൃതങ്ങളാണ്. ആ പ്രകൃതം സന്നിവേശിപ്പിച്ചിട്ട് അതിനെ പാടെ നിരാകരിക്കുന്ന ഒരു സമീപനം ഇസ്ലാം സ്വീകരിക്കൂല, അള്ളാഹ് സ്വീകരിക്കൂല. അതാ ഞാൻ പറഞ്ഞ ഇസ്ലാം ഒരു സന്തുലിതത്വത്തിന്റെ ദർശനമാണ്. ദൈവിക ദർശനം ഒരു സന്തുലിതത്വത്തിന്റെ ദർശനമാണെന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ്. പക്ഷെ അപ്പേരിൽ നമുക്ക് എന്താകരുത്, പന്ത് കളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളി എന്ന് പറയുന്നത്, നമ്മൾ കളി ഭ്രാന്തനായിട്ട് മാറരുത്. നമുക്ക് കളി എന്ന് പറയുന്നത് ഒരു മാനസിക വൈകല്യമായി മാറരുത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഴവിൽ മനോരമയിലും മറിമായത്തിലും മെസ്സിക്കോയായി നമ്മൾ ഒരിക്കലും മാറരുത്. മറിമായത്തിലെ മെസ്സിക്കോയുടെ കോലം എന്താണെന്ന് നമുക്ക് കണ്ടവർക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ മെസ്സിക്കോയനെ പോലെ എല്ലാം കണ്ണു തുറന്ന് കാണുന്നതെല്ലാം മെസ്സി, കണ്ണു തുറന്ന് കാണുന്നതെല്ലാം ഫുട്ബോള് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകരുത്. അതൊരു തരം രോഗമാണ്, അതൊരു തരം അതിരുകവിച്ചിലാണ്. ആ അതിരുകവിച്ചലിനെ ഇസ്ലാം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഇതതിൻ്റെ ഒരു വശമാണ്. ഇനി മറ്റൊരു വശം പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ ലോകകപ്പ് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്ന ഒരു ചർച്ച, അഥവാ എന്തിനാണ് പന്ത് കളി, ഇത്തരം ലോകകപ്പിനെ എന്തിനാണ് രാഷ്ട്രീയവുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടുന്നത്, എന്തിനാണ് അതിനെ രാഷ്ട്രീയമായി നോക്കിക്കാണുന്നത്, കളിയെ കളിയായി തന്നെ കാണേണ്ടതല്ലേ എന്ന് വിമർശിക്കുന്നവരുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത്തരം ഫുട്ബോളിനെ വരെ, വേൾഡ് കപ്പിനെ വരെ രാഷ്ട്രീയമായിട്ട് നോക്കിക്കാണുന്നത് ഒരുതരം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു തകരാറാണ് എന്ന് വരെ പറഞ്ഞു വെച്ച ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിമർശിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അതിനെ ഉപദേശിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന ഫുട്ബോൾ കളിയുണ്ടല്ലോ, ഈ കണ്ടത്തിൽ കളിക്കുന്ന കളിയുണ്ടല്ലോ, ഞാൽപ്രദേശത്ത് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് നിഷ്കളങ്കമാണ്, അതങ്ങേറ്റം നിഷ്കളങ്കമാണ്. നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ നടത്തുന്ന കളികളുണ്ട് ഗ്രൗണ്ടിൽ, അതങ്ങേറ്റം നിഷ്കളങ്കമാണ്. അതിനെ നമ്മൾ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലൂടെ കാണേണ്ടതില്ല. അതിൻ്റെ പുറകിൽ കളികളേക്കാൾ വലിയ കള്ളക്കളിയില്ല. പക്ഷേ അതേപോലെയല്ല വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രങ്ങളാണ്. വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ മുഖമുണ്ട്. ആ രാഷ്ട്രീയ മുഖത്തെ നിരാകരിക്കാൻ കഴിയൂല. വേൾഡ് കപ്പ്, ഫിഫ നടത്തുന്ന വേൾഡ് കപ്പിൽ രാഷ്ട്രീയമുണ്ട്. അതിനകത്ത് കളികളും കള്ളക്കളികളും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതെന്തുകൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ചരിത്ര ഗവേഷണവും നടത്തേണ്ട കാര്യമില്ല. ഒരുപാട് ചരിത്ര ഗവേഷണവും നടത്തി
ഒരുപാട് പെനട്രേറ്റ് ചെയ്തൊന്നും നടക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇതിനകത്ത് കളികൾക്ക് പുറമെ മറ്റു പല കളികളുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് നമ്മൾ തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 2026 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഫിഫ വേൾഡ് കപ്പ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടതേ, ഇത് ഇത്രയൊക്കെ കളികൾ കണ്ടിട്ടും ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ ലോകത്ത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇനിയും നമുക്ക് ഈ വേൾഡ് കപ്പിലെ രാഷ്ട്രീയം മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമുക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ പാടില്ല, അതല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെ മുൻവിധിയോടുകൂടിയാണ് കാണുന്നത്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ മെസ്സിക്കോയ മനസ്സുമായിട്ടാണ് ഈ വേൾഡ് കപ്പിനെ നോക്കിക്കാണുന്നത് എന്നതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തെ നമ്മൾ നോക്കിക്കാണാൻ ഇതിന്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാകും. അതിന് 1-2 ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേൾഡ് കപ്പ് നടത്തുന്നത് ഒരു രാഷ്ട്രമല്ല, ഒരു രാഷ്ട്രം നടത്തുന്ന പണിയല്ല, അല്ലെങ്കിൽ ഒന്നിലേറെ രാഷ്ട്രങ്ങൾ നടത്തുന്നതല്ല വേൾഡ് കപ്പ്. ഫിഫ നടത്തുന്നതാണ് വേൾഡ് കപ്പ്. അതൊരു രാഷ്ട്രത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒന്നിലേറെ രാഷ്ട്രത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളതാണ്. ഫിഫ വേൾഡ് കപ്പിനെ നമ്മൾ വേൾഡ് കപ്പ് എന്നാണ് പറയുന്നത്, ലോകകപ്പ് എന്നാണ് പറയുന്നത്. ഈ വേൾഡ് കപ്പിൽ തന്നെ 46 രാഷ്ട്രങ്ങളുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. 46 രാഷ്ട്രങ്ങൾ ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഫിഫയിൽ അംഗത്വമുള്ളതാണ് 200 മേലെ പിന്നെ അംഗ രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മത്സരത്തിൽ 46 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ക്ലബായിട്ടല്ല, രാഷ്ട്രമായിട്ടാണ് പങ്കെടുക്കുന്നത്, രാജ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇത് നടത്തുന്നത് ഫിഫയാണ്, നടത്തുന്നത് കളി നടക്കുന്ന രാജ്യമല്ല, ഫിഫ നടത്തുന്ന ഒന്നാണ് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഈ വേൾഡ് കപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ വേൾഡ് കപ്പിൽ അമേരിക്കയിൽ നടക്കുന്ന കളിയിൽ റഫറി ആകാൻ വേണ്ടി ഫിഫ തെരഞ്ഞെടുത്തത് സോമാലിയൻ റഫറിയാണ്. അതാ ഉമർ അർത്താനാണ് ഫിഫ തെരഞ്ഞെടുത്തത്. ഫിഫ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞു ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. സോമാലിയൻ റഫറിക്ക് ഫിഫ തെരഞ്ഞെടുത്ത കളി നടത്താൻ വേണ്ടി ഫിഫ തെരഞ്ഞെടുത്ത സോമാലിയൻ റഫറിക്ക് അമേരിക്ക പ്രവേശനം നിഷേധിച്ചു. എന്താ കാരണം? അത് അദ്ദേഹത്തിന് മാത്രമല്ല, ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെ കായിക പ്രേമികൾക്കും അതുപോലെ തന്നെ കാണികൾക്കും ആരാധകർക്കും ഒക്കെ ഒട്ടേറെ പ്രതിസന്ധി ഉണ്ടായി. അദ്ദേഹത്തിന് മാത്രമൊന്നുമല്ല. എന്തായിരിക്കും പറയുന്ന ന്യായം? ഇമിഗ്രേഷൻ ലോ, അമേരിക്കയുടെ ഇമിഗ്രേഷൻ ലോ അനുസരിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ട് പ്രവേശനം കിട്ടില്ല, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്ത് കൊണ്ടുപോയി ലോകകപ്പ് വയ്ക്കുക, ലോകകപ്പ് എന്ന് പേരുള്ള ഒരു സാധനം കൊണ്ടുപോയി രാജ്യത്ത് വയ്ക്കുക, എന്നിട്ട് ആ രാജ്യം പറയുക ഇന്ന ആളുകൾക്കൊന്നും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റില്ല, കടക്കാൻ പറ്റില്ല, വിസ തരാൻ പറ്റില്ല എന്ന് പറയും. ഇതെന്ത് ലോകകപ്പാണ്? അപ്പൊ ആ ലോകകപ്പ് അവിടെ വയ്ക്കരുത്. അപ്പൊ കാണികളെ ഒരു രാജ്യത്തേക്ക് കടത്തിവിടുന്നതിന് നിയന്ത്രണങ്ങളാവാം, കാരണം ആരെന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഫിഫ ലോകകപ്പ് നടത്തുന്ന ഒരു സംവിധാനം തെരഞ്ഞെടുക്കുന്ന ഒരു റഫറിയെ ഞങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനെ വേണമെങ്കിൽ അമേരിക്കൻ കപ്പെന്നോ അല്ലെങ്കിൽ യൂറോ കപ്പെന്നോ എന്നൊക്കെ വിളിക്കാം. ലോകകപ്പ് എന്ന് പറയണത് എങ്ങനെയാണ്? ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഫിഫ ആണ് നടത്തുന്നത്, ഫിഫയാണ് അതിന്റെ പരമാധികാരി. ആ ഫിഫ തെരഞ്ഞെടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെയല്ലേ തെരഞ്ഞെടുക്കുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യക്കാരനാണെന്നുള്ള കാരണത്താൽ, ഇമിഗ്രേഷൻ ലോ എന്ന് പറഞ്ഞാൽ കുടിയേറ്റ നിയമം ആണ് ഈ ഇമിഗ്രേഷൻ ലോ എന്ന് പറയുന്നത്. ഒരു രാജ്യക്കാരനാണെന്നുള്ള കാരണത്താൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. നമ്മൾ വലിയ പുരോഗതിയെക്കുറിച്ചും വലിയ മാനവികതയെക്കുറിച്ചും ജനാധിപത്യ ബോധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു രാജ്യക്കാരനായി എന്ന ഒറ്റ കാരണത്താൽ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക നിന്ന് വിളിച്ചു പറയുകയാണ്. അതിനെക്കുറിച്ച് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിന്റെ കുടിയേറ്റ നിയമത്തിൽ ഫിഫക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫിഫക്ക് ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥ രാജ്യ നിയമങ്ങളിൽ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യരുത്? ഫിഫ വേൾഡ് കപ്പ് വെക്കരുത്. രാഷ്ട്രങ്ങളെയൊക്കെ ഇതിനകത്ത് പങ്കാളികളാക്കുക. എന്നിട്ട് ഒരു രാജ്യത്ത് കൊണ്ടുവയ്ക്കാൻ രാഷ്ട്രം പറയും ഇങ്ങോട്ട് നടക്കാൻ പറ്റൂല, ഞങ്ങൾ വിസ തരൂല എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ അന്യായം മറ്റെന്താണുള്ളത്? ഫിഫ ഒരക്ഷരം പറയുന്നില്ല. ഫിഫ ന്യായീകരിക്കുകയാണ് അതിന് ചെയ്തത്. ഇതിനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം, ട്രംപ് പറയാണ് ഇങ്ങോട്ട് കടത്താൻ പറ്റൂല എന്ന്. ട്രംപ് ഒരു രാഷ്ട്രത്തിന്റെ നായകനാണ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലാതെ ഈ കൊടി പിടിച്ച് നടക്കുന്നതിനല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അവരുടെ കളികളെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോ വേൾഡ് കപ്പിന് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ
രാഷ്ട്രീയ നിരപേക്ഷമാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വെളിവുള്ള ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്സിക്കോയായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും. എന്തിനാ? അങ്ങേയറ്റം നിഷ്കളങ്കരായിരിക്കും അവർ. കാരണം ഒന്നിൻ്റെയും പുറകിലെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഫിഫ അവിടെ എന്തായി? ഫിഫ അവിടെ ഹെൽപ്ലെസ് ആയി, ഫിഫ നിസ്സഹായനായി. തൊട്ടടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയും ബോസ്നിയ ഹെർസഗോവിന എന്ന് പറയുന്ന രാഷ്ട്രവും തമ്മിൽ ഏറ്റുമുട്ടി ആ കളിയിൽ. അമേരിക്കയുടെ കളിക്കാരനായിട്ടുള്ള ഫൊലാറിൻ ബലോഗുൻ എന്ന് പറയുന്ന കളിക്കാരന് ആ കളിയിൽ വെച്ച് ചുവപ്പ് കാർഡ് കണ്ടു. ഫിഫയുടെ ചട്ടമനുസരിച്ച് ചുവപ്പ് കാർഡ് കണ്ടാൽ അയാൾ സസ്പെൻഡ് ചെയ്യും. അയാളെ സസ്പെൻഡ് ചെയ്തു. അയാൾക്ക് പിന്നെ അടുത്ത കളിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഫിഫയുടെ ചട്ടമനുസരിച്ച് അയാൾക്ക് അപ്പീൽ പോകാനുള്ള അവകാശവുമില്ല. ഈ വേൾഡ് കപ്പിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അയാൾക്ക് അപ്പീൽ പോകാനുള്ള അവകാശമില്ല. അയാൾ ഓൾറെഡി സസ്പെൻഡഡ് ആണ്. അങ്ങനെ ആ സംഭവം വിവാദമായി. രാഷ്ട്രീയ വിവാദമായി. ഉടനെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിഫ പ്രസിഡന്റിനെ വിളിക്കുന്നു. ഈ തീരുമാനം പുനഃപരിശോധിക്കണം. വിളിച്ച് ഉടനെ തന്നെ ആ കളിക്കാരന്റെ ചുവപ്പ് കാർഡ് സസ്പെൻഷൻ പിൻവലിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകകപ്പിനെ കുറിച്ചല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. ഒരു കളിയുടെ ഭാഗമായിട്ട്, ഒരു കളിയുടെ ചട്ടമനുസരിച്ച് ഒരു കളിക്കാരന് ചുവപ്പ് കാർഡ് കാണുക, അപ്പീലില്ല. ആ കളി നടത്തുന്ന ടീമിന്റെ ചട്ടമനുസരിച്ച് അതിന് പിന്നെ അപ്പീലില്ല. പരിശോധിക്കണമെന്ന് പറയാനുള്ള ഇതില്ല. കാരണം അതിന്റെ പരമാധികാരി, സുപ്രീം പവർ ആ റഫറിയാണ്. അയാളാണ് ചുവപ്പ് കാർഡ് കാണിക്കുന്നത്. അത്തരം ഒരു സംഭവത്തിൽ പോലും ഒരു രാഷ്ട്രം ഇടപെട്ടിട്ട് ആ തീരുമാനം മാറ്റുന്നു. ഇതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് വേൾഡ് കപ്പിൽ പൊളിറ്റിക്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് കാര്യത്തിലും ഫിഫ നിസ്സഹായരാവുകയാണ്. ഒന്നാമത്തേത്, ഉമർ അർത്താന് പ്രവേശനം നിഷേധിച്ചു. ഒരു ന്യായം പറഞ്ഞ് പ്രവേശനം നിഷേധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഫിഫ മാറിയുന്നു. രണ്ടാമത്, ഇപ്പോൾ ഫിഫ പരമാധികാരിയായിട്ടുള്ള സംഗതിയിൽ ആരിടപെടുന്നു? രാഷ്ട്രം ഇടപെടുന്നു. അവിടെയും ഫിഫ എന്തായി? നിസ്സഹായരായി. ഇത് തന്നെയല്ലേ നമുക്ക് വേൾഡ് കപ്പിനെ രാഷ്ട്രീയ നിരപേക്ഷമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അതിനെ പിന്നെ നിഷ്കളങ്കമായി രാഷ്ട്രീയത്തിലൂടെ എന്തിനാണ് നോക്കിക്കാണുന്നത്? അത് വേറെ ഏതോ തകരാറിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതാ പറഞ്ഞ് ഇത് വേറെ ഗവേഷണം നടത്തിക്കൊണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവും നമുക്ക്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉക്രൈനെ റഷ്യ ആക്രമിച്ചു. റഷ്യ ഇതിനകത്തുള്ളതാണ്, ഫിഫയിലുള്ളതാണ്. ആക്രമിച്ച ഉടനെ തന്നെ ഫിഫ എന്താ ചെയ്തത്? റഷ്യയെ സസ്പെൻഡ് ചെയ്തു. അത് വേണമെങ്കിൽ ന്യായമാണെന്ന് പറയാം. പക്ഷെ അതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ 2023 മുതൽ ഫലസ്തീൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം? 800-ലധികം കായിക താരങ്ങളെ ഫലസ്തീൻ കൊന്നുതള്ളി. 300ഓളം കായിക സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. ഫലസ്തീൻ പെലെ എന്ന് പറയുന്ന, പെലെയായിട്ട് അറിയപ്പെടുന്ന ഇതിഹാസ കളിക്കാരനായിട്ടുള്ള സുലൈമാൻ അൽ ഉബൈദ്, അയാളെ കൊന്നുതള്ളി. ഈ ലോകകപ്പിന് വിസിലൂതുമ്പോൾ ഗസയുടെ ഗോൾ കീപ്പറായിട്ടുള്ള സലീം അൽ അസ്ഗറിനെ ഈ ഇസ്രായേലി ഭീകരന്മാർ കൊന്നു തള്ളി, ഷഹീദാക്കി. അതുപോലെ തന്നെ എർമൂക്ക് എന്ന് പറയുന്ന സ്റ്റേഡിയം പൊളിച്ച് തടങ്കൽ പാളയമാക്കി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഫലസ്തീനിന്റെ സ്പോർട്സ് സെക്ടറിനെ നശിപ്പിച്ചു കളയും ഇസ്രായേൽ. ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഈ ഫിഫ എന്ന് പറയുന്ന പന്തുകളി നടത്തുന്ന ഈ സംവിധാനം. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മറ്റേത് ആക്രമിച്ചതോടുകൂടി സസ്പെൻഡ് ചെയ്തു. ഇത് ഈ കൊള്ളരുതായ്മകൾ മുഴുവൻ നടത്തിയിട്ട് പോലും ഫിഫക്ക് ഒരു ചുക്കും അതിനകത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ, ഫിഫ അങ്ങനെ സ്വതന്ത്രമായ ഒരു സാധനമാണ്. രാഷ്ട്രീയ നിരപേക്ഷമായിട്ടുള്ള, രാഷ്ട്രീയ മുക്തമായിട്ടുള്ള, പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഫിഫ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് എന്ന് പറയാൻ നമുക്ക് സാധ്യമേ അല്ല. മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാൻ ആക്രമിച്ചത്. എന്നിട്ട് ഫിഫ എന്താ ചെയ്തത്? ഫിഫക്ക് വല്ലതും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഇടത്തോടുകൂടി ഫിഫ ഒരാളെയും സസ്പെൻഡ് ചെയ്യാതെ അതിനെ ന്യായീകരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിക്കണം, IOC ഫിഫ പ്രസിഡന്റിനെതിരെ കേസ് വന്നിട്ടുണ്ട്.
ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ. അതിനവർ പറയുന്ന ന്യായം, അമേരിക്കക്ക് വേണ്ടിയിട്ട് ഫിഫ അവരുടെ നിയമങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നു. അത് ആർക്കും മനസ്സിലാകും. അത് കാരണം എന്ന് ചോദിച്ചാൽ ഫിഫ ട്രംപിന് സമാധാന പുരസ്കാരം നൽകി ട്രംപിന് ഫിഫ. അത് മാത്രമല്ല, നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു ഫിഫ. ഇതൊക്കെ കൂടി കൂട്ടിവെച്ചാണ് IOCയിൽ ഇപ്പോൾ കംപ്ലൈന്റ് വന്നിട്ടുള്ളത്. ഈ കളിക്കാരൻ്റെ ചുവപ്പ് കാർഡ് കണ്ടതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് IOCയിൽ പരാതി അമേരിക്കക്കെതിരെ വന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് രാഷ്ട്രീയ മുക്തൊന്നുമല്ലത്. രാഷ്ട്രീയ കളികളും അല്ലെങ്കിൽ തന്നെ വേൾഡ് കപ്പിൻ്റെ പുറകിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്, ഒരുപാട് വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളരെ ബ്ലൈൻഡായി, വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ധമായി ഭ്രാന്തായിട്ടൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നതുകൊണ്ട് ഞാൻ കളിയെ നിരാകരിക്കുന്നൊന്നുമില്ല. കളി കാണണം, കളി ആസ്വദിക്കണം, നമ്മൾ കളിക്കണം, മാനസികമായി ഉല്ലാസം വേണം, ആനന്ദം വേണം, ഇതൊക്കെ വേണം. പക്ഷേ അതിനെല്ലാം നമുക്കൊരു ലിമിറ്റ് വേണം. മാത്രമല്ല, നമുക്കൊരു കളിക്കാരെ ഒരു എന്താ പറയുക, ഒരു ടീമിനെയും നമുക്ക് പിന്തുണക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മെസ്സി വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ ഭാഗമായിട്ടല്ല മെസ്സി അവിടെ പങ്കെടുക്കുന്നത്. മെസ്സി അവിടെ പങ്കെടുക്കുന്നത് അർജന്റീനയെ പ്രതിനിധീകരിച്ചിട്ടാണ്. മെസ്സി അവിടെ പങ്കെടുക്കുന്നത് ഒരു രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ടീമിനെ പിന്തുണക്കുക എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തെ പിന്തുണക്കലാണ്, അവിടുത്തെ രാഷ്ട്രീയ നിലപാടുകളെ പിന്തുണക്കലാണ്, അവിടുത്തെ രാഷ്ട്രീയ നിലപാടിനെ പിന്തുണക്കലാണ്. അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പുരോഗമനവാദിയും മാനവികവാദിയുമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അധിപൻ പറഞ്ഞത്, അർജന്റീനക്ക് കപ്പ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മെസ്സി അല്ല മറ്റൊരാളാണ്. ഇതെന്താ ഇത്? അതേസമയം അദ്ദേഹം പറയാണ് മെസ്സി നല്ല കളിക്കാരനാണ്, അതുകൊണ്ട് മെസ്സി ഉൾക്കൊള്ളുന്ന അർജന്റീനക്ക് കപ്പ് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാർക്ക് ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. അഥവാ മെസ്സി നല്ല കളിക്കാരനാണ്, അതുകൊണ്ട് അയാൾ ഉൾക്കൊള്ളുന്ന ടീം കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിനകത്തൊരു നിഷ്കളങ്കത്വമുണ്ട്. പക്ഷേ ഇദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രത്തിന്റെ അമരക്കാരൻ പറയുകയാണ്, ലോകകപ്പ് കിട്ടേണ്ടത് ആർക്ക്? അർജന്റീനക്കാണ്. അർജന്റീനക്ക് കിട്ടാനെന്താ കാരണം? അത് മെസ്സി അല്ല, അത് മറ്റൊരാളാണ്. അത് അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലെയാണ് അതിന് കാരണം. ഹാവിയർ മിലെയുടെ പ്രത്യേകത എന്താ? 2023 മുതൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഫലസ്തീനിലും ഇറാനിലും കാണിക്കുന്ന മുഴുവൻ നെറുകേടുകളെയും മനസ്സാ വാച കർമ്മണ ലഭ്യമാകുന്ന എല്ലാ വേദികളിലും ഒപ്പുവെച്ച് പിന്തുണച്ച ഒരു ഭരണാധികാരിയാണ് ഹാവിയർ മിലെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു വർത്തമാനം അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, അവർ ക്ലബിന്റെ ആളായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളില്ല, ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുക. നമ്മളിപ്പോഴും പറഞ്ഞത് എന്താ? മെസ്സി ജയിച്ചെന്നല്ലോ പറയണേ, അല്ലെങ്കിൽ മെസ്സി വന്ന ക്ലബ് ജയിച്ചെന്നല്ലോ പറയണേ. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അർജന്റീന ജയിച്ചു, സ്പെയിൻ ജയിച്ചു, ഇംഗ്ലണ്ട് ജയിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പിന്തുണക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ തിരിച്ചു പറയാനാണ് ഉദ്ദേശിക്കുന്നത്, അർജന്റീനയെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കാരണം മെസ്സി അല്ല, മറ്റൊരാളാണ്. അതാണ് നമ്മുടെ പ്രശ്നം. അർജന്റീനയെ പിന്തുണക്കാൻ കഴിയില്ല, കാരണം മെസ്സി അല്ല, മറ്റൊരാളാണ്. അവിടെയുണ്ടല്ലോ, അങ്ങനെയും പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യ ബോധമുള്ള, മാനവിക ബോധമുള്ള, നൈതിക ബോധമുള്ള ഒരാൾക്കും അർജന്റീനയെ പിന്തുണക്കാൻ കഴിയില്ല. അർജന്റീന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോക രാഷ്ട്രീയ ചലനങ്ങളും ഗസയിലും ഇറാനിലും ഒക്കെ ഇവർ തന്നെ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ടീമിനെ പിന്തുണക്കുക എന്നതിനേക്കാളപ്പുറം മാനവികമായ ബോധം എന്ന് പറയുന്നത് ഇത്തരം നെറുകേടുകൾ ചെയ്യുന്നവരെ പിന്തുണക്കാതിരിക്കുക എന്നാണ്. ഇതിനർത്ഥം മെസ്സിക്കെതിരാണ് സംസാരിക്കുന്നത് എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം മെസ്സി അല്ല. മറ്റേയാളും പറഞ്ഞാൽ എന്താ? കാരണം മെസ്സി അല്ല എന്നാണ്. അതിന് നമുക്കും പറയാനുള്ളത് കാരണം മെസ്സി അല്ല, കാരണം അർജന്റീനയുടെ പ്രസിഡന്റാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കളി തന്നെയാണല്ലോ. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കളീനെ കുറിച്ച് എന്താ പറഞ്ഞ? കളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? ഗൗരവമല്ലാത്തത് എന്നതാണ്. അതുകൊണ്ടാണല്ലോ ഗൗരവമുള്ള എന്തെങ്കിലും കാര്യം കാണിക്കുമ്പോൾ നമ്മളെ തമാശ രൂപത്തിൽ എടുക്കുമ്പോൾ കളിക്കല്ലേ നമ്മൾ പറയാനുള്ള എന്തുകൊണ്ടാണ്? കളി ഗൗരവമില്ലാത്തൊരു സംഗതിയാണ്.
പക്ഷേ രാഷ്ട്രങ്ങൾ ഈ രാജ്യത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടായങ്ങൾ കളിയല്ല അത് വലിയ അജണ്ടയോടുകൂടിയുള്ള വലിയ നശിപ്പിക്കൽ പ്രവണതയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലാണെങ്കിലും മറ്റേ ഗസയിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള സർവ്വ പിന്തുണയും കൊടുക്കുന്ന ഒരു രാജ്യത്തെ ആ നിലക്ക് പിന്തുണക്കാൻ കഴിയില്ല. ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവിടെ കളി നടക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജ്യത്തെ പിന്തുണക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കളിക്കാരനോട്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മെസ്സി നല്ല കളിക്കാരനാണ് അതുകൊണ്ട് അർജന്റീനക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇദ്ദേഹം പറയുന്ന അതല്ല, അർജന്റീനക്ക് അത് കിട്ടണം, പക്ഷേ കാരണം മെസ്സിയല്ല, മറ്റൊരാളാണ്. അപ്പം അതുകൊണ്ട് ഈ രാഷ്ട്രീയ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ കളികളെ കാണാനും കളികളെ നിരീക്ഷിക്കാനും പക്ഷം ചേരാനും എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീതിയുടെ വാഹകരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.